മുഖത്തും അതുപോലെ തന്നെ മറ്റു ശരീരഭാഗത്തുമുള്ള ബ്ലാക്ക്ഹെഡ്സ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്താണ് ബ്ലാക്ക്ഹെഡ്സ്? തൊലിയുടെ പുറത്ത് രോമം വരുന്നത് ഹെയർ ഫോളിക്കിൾസ് അഥവാ രോമകൂപങ്ങൾ വഴിയാണ്. ഈ രോമകൂപങ്ങൾ അടഞ്ഞു പോകുന്ന സമയത്ത് അവിടെ ബംസ് രൂപപ്പെടുന്നു. ഈ ബംസ് ഇരുണ്ടതോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക്ഹെഡ്സ് എന്ന് പറയുന്നത്. ബ്ലാക്ക്ഹെഡ്സ് കാണപ്പെടുന്നത് മുഖത്ത് മാത്രമല്ല, ചെസ്റ്റിൻ്റെ ഭാഗത്ത്, കൈകളിൽ, അതുപോലെ തന്നെ പുറത്ത്, കഴുത്തിൻ്റെ ഭാഗത്തെല്ലാം ബ്ലാക്ക്ഹെഡ്സ് കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ബ്ലാക്ക്ഹെഡ്സ് വരാനുള്ള കാരണങ്ങൾ? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോഡക്റ്റ്സ് പരിചയപ്പെടാം. എൻ്റെ കയ്യിലുള്ളത് ഉസ്ത്രാ എന്ന ബ്രാൻഡിൻ്റെ D10 ക്രീമും അതുപോലെ തന്നെ ഫേസ് സ്ക്രബുമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. ഈ സമയത്ത് നല്ല രീതിയിൽ വെയിൽ കൊള്ളാനും അതുപോലെ തന്നെ പൊടിപടലങ്ങൾ മുഖത്തെല്ലാം പറ്റിപ്പിടിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ഈ സമയങ്ങളിൽ ഉസ്ത്രയുടെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റെന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ഉസ്ത്രാ എന്ന ഈ പ്രൊഡക്റ്റിന് ഉള്ളതെന്ന് നോക്കാം. സ്കിന്നിൻ്റെ കളർ ഒരു പ്രശ്നമല്ല, വെദർ ഇറ്റ്സ് ഡാർക്ക് ഓർ ലൈറ്റ്. ഏത് കളറായാലും സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യാൻ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്കിൻ ഡിസ്കളറേഷൻ, റിവേഴ്സ് സൺ ടാനിങ്, പിമ്പിൾസ്, ബ്ലാക്ക് സ്പോട്ട് ഇതെല്ലാം റിമൂവ് ചെയ്യാനും ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് മികച്ചതാണ് എന്ന് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇതിൽ ഏഡ് ചെയ്യുന്നില്ല എന്ന് ഇവർ അവകാശപ്പെടുന്നു. D10 ക്രീമിൽ അടങ്ങിയിട്ടുള്ള ലിക്വറൈസ് റൂട്ട്, ജപ്പാനീസ് യൂസു ഇത് സ്കിന്നിൻ്റെ ചുളിവുകൾ അതുപോലെ തന്നെ ഏജിങ് എഫക്റ്റ് ഇതെല്ലാം മാറ്റാൻ സഹായിക്കുന്നു. ഈ പ്രൊഡക്ട്സിൽ വിറ്റാമിൻ B3, വാൾനട്ട് ഗ്രാനുൾസ് അതുപോലെ തന്നെ സ്വിസ് ഗാർഡൻ ക്രെസ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൺ ടാനിങ് റിമൂവ് ചെയ്തുകൊണ്ട് സ്കിൻസ് ബ്രൈറ്റ് ആക്കാൻ ഇത് സഹായിക്കുന്നു. ഹൗ ടു യൂസ് ടോട്ടൽ D10 കിറ്റ്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്ക്രബ് ഉപയോഗിച്ചാണ്. കുറച്ച് ക്രീം എടുത്തതിന് ശേഷം 3-4 മിനിറ്റ് നന്നായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ മുഖത്ത് മസാജ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കഴുകി കളയുക. അതിനുശേഷമാണ് D10 ക്രീം ഉപയോഗിക്കേണ്ടത്. ഒരു കോയിൻ്റെ വലുപ്പത്തിൽ ക്രീം എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മുഖത്തും കഴുത്തിലുമെല്ലാം നല്ല രീതിയിൽ തന്നെ ഇത് പുരട്ടുക. ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഫേസ് സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 തവണ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടാൻ ക്രീം ആണെങ്കിൽ ഇത് ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ വാങ്ങേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ താഴെ കാണുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫിൽ ഈ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്. കോസസ് ഓഫ് ബ്ലാക്ക്ഹെഡ്സ്. ഹെയർ ഫോളിക്കിൾസിൻ്റെ ഓപ്പണിംഗ് ഭാഗത്ത് എന്തെങ്കിലും തടസ്സം അനുഭവപ്പെടുന്ന സമയത്താണ് ബ്ലാക്ക്ഹെഡ്സ് രൂപം കൊള്ളുന്നത്. ഒരു ഫോളിക്കിൾസിൽ ഒരു രോമവും അതുപോലെ തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെബേഷ്യസ് ഗ്ലാൻഡും അടങ്ങിയിരിക്കുന്നു. പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിനെ സെബം എന്ന് പറയുന്നു. ഇത് സ്കിന്നിന് ഡ്രൈ ആവാതെ സോഫ്റ്റായി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഡെഡ് സ്കിൻ സെൽസും അതുപോലെ തന്നെ ഓയിലും കൂടി ചേർന്ന് ബംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ബംസിനെ കൊമിഡോ എന്ന് പറയുന്നു. ഈ ബംസിൻ്റെ മുകളിലായിട്ട് സ്കിൻ അടഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിനെ വൈറ്റ് ഹെഡ്സ് എന്ന് പറയുന്നു. ബംസിൻ്റെ മുകളിലുള്ള സ്കിൻസ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇത് വായുവുമായിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട് കറുത്ത നിറത്തിലായിട്ട് മാറുന്നു. ഇതാണ് ബ്ലാക്ക്ഹെഡ്സ് എന്ന് പറയുന്നത്. ഏതെല്ലാം സാഹചര്യങ്ങളാണ് ബ്ലാക്ക്ഹെഡ്സ് അതുപോലെ തന്നെ മുഖക്കുരു വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്ന് നോക്കാം. സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതലായിട്ട് സെബം അതായത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക്ഹെഡ്സ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിൽ കാണപ്പെടുന്ന പ്രൊപ്പിയോണി ബാക്ടീരിയം ആഗ്നസ് ബാക്ടീരിയകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഡെഡ് സെൽസ് പ്രോപ്പറായിട്ട് നീക്കം ചെയ്തിട്ടില്ലെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കൗമാരപ്രായത്തിൽ, ആർത്തവ സമയത്ത്, അതുപോലെ തന്നെ ബർത്ത് കൺട്രോൾ പിൽസ് കഴിക്കുന്ന സമയത്തെല്ലാം ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയും ഇത് മുഖക്കുരു വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലതരം സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗവും മുഖക്കുരു ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. സിംറ്റംസ് ഓഫ് ബ്ലാക്ക്ഹെഡ്സ്. ഇത് കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുഖക്കുരുവിനുണ്ടാകുന്ന വീക്കവും ചുവപ്പ് നിറമൊന്നും ഇതിനുണ്ടാവുന്നില്ല. മുഖക്കുരു ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ ബാക്ടീരിയ ആക്രമിക്കുന്ന സമയത്താണ് ഇതിന് ചുവപ്പ് കളറും അതുപോലെ തന്നെ വീക്കവും കാണപ്പെടുന്നത്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്ലാക്ക്ഹെഡ്സ്. ഓവർ ദ കൗണ്ടർ അതായത് OTC ട്രീറ്റ്മെൻറ്റ്. നിരവധി മരുന്നുകൾ, ഉദാഹരണത്തിന് ജെല്ലി ക്രീം പോലുള്ളത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ സ്കിന്നിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. ഇതിൽ റിസോസിനോൾ, അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ്, ബെൻസോയിൽ പെറോക്സൈഡ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ബാക്ടീരിയയെ നശിപ്പിക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുന്ന ഓയിൽസ് നിയന്ത്രിക്കാനും ഡെഡ് സെൽസിനെ നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻസ്. OTC ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് മുഖക്കുരു സുഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർ കുറച്ച് സ്ട്രോങ് ഉള്ള മരുന്നുകൾ കുറിച്ച് തരാറുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ A എയർ ഫോളിക്കിൾസിൽ ഉണ്ടാകുന്ന പ്ലക്സ് തടയുകയും അതുപോലെ തന്നെ സ്കിൻ സെൽസിലെ റാപ്പിഡ് ടേൺ ഓവർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിൽ നേരിട്ട് പ്രയോഗിക്കുന്നു. ഇതിൽ ടെസറോട്ടിൻ അതുപോലെ തന്നെ ട്രെക്റ്റിനോയിൻ അടങ്ങിയിട്ടുണ്ട്. ബെൻസോയിൽ പെറോക്സൈഡും അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ അടങ്ങിയ മരുന്നുകളും ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചേക്കാം. അടുത്തതായിട്ട് മാനുവൽ റിമൂവൽ. നമ്മൾ ബ്യൂട്ടി പാർലറെല്ലാം പോയിട്ട് ബ്ലാക്ക്ഹെഡ്സ് റിമൂവ് ചെയ്യാറുണ്ട്.
അവരൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൈകൾ ഉപയോഗിച്ചിട്ടും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാറുണ്ട്. ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അടുത്തതായിട്ട് മൈക്രോഡെർമബ്രേഷൻ. ഇതൊരു ഫേഷ്യലാണ്. സ്കിൻ കെയർ പ്രൊഫഷണൽസ് എല്ലാം ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി, അതായത് സർഫസ് ഒരു റഫായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സിൻ്റെ സഹായത്തോടു കൂടി മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലേസർ ലൈറ്റ് തെറാപ്പി. കൂടുതലായിട്ട് വരുന്ന ഓയിൽസ് നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും ലേസർ ലൈറ്റ് തെറാപ്പി സഹായിക്കുന്നു. സ്കിൻ ലെയറിന് ഡാമേജ് വരാതെ തന്നെ ലേസർ തെറാപ്പിയിലൂടെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് അതുപോലെ തന്നെ മൂക്കുരു നീക്കം ചെയ്യാൻ സാധിക്കും. ഹൗ ടു പ്രിവെൻറ്റ് ബ്ലാക്ക് ഹെഡ്സ്? വാഷ് റെഗുലർലി. സ്ഥിരമായിട്ട് ഇടയ്ക്കിടെ മുഖം കഴുകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസിന് മുകളിലായിട്ട് വരുന്ന തടസ്സങ്ങൾ, ഉദാഹരണത്തിന് പൊടിപടലങ്ങൾ, ഓയിൽസ് പോലുള്ളത് ഇടയ്ക്കിടെ മുഖം കഴുകുന്നതിലൂടെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നു. മേക്കപ്സിന് വേണ്ടി ലോഷൻസ് അല്ലെങ്കിൽ ക്രീമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഓയിൽ ഫ്രീ അതുപോലെ തന്നെ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ളവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് എന്താണ് ബ്ലാക്ക് ഹെഡ്സ്, ഇത് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ബിസ്മി ബിൻ.